ഉക്രൈനു നേരെ തിരിഞ്ഞ റഷ്യയുടെ പുതിയ നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. പ്രധാനമായും ജർമ്മനിയും സ്വീഡനും പോളണ്ടും. യൂറോപ്പിലെ നിർണായക മേഖലയായ ബാൾട്ടിക് കടലിന് മുകളിലൂടെ നിരീക്ഷണ വിമാനത്തെ അയച്ചിരിക്കുകയാണ് റഷ്യ. റഷ്യൻ നിർമ്മിത IL-20 നിരീക്ഷണ വിമാനമാണ് ചിത്രങ്ങൾ പകർത്താനും മറ്റ് നിരീക്ഷണങ്ങൾക്കുമായി ബാൾട്ടിക് കടലിന് മുകളിലൂടെ പറന്നത്. ഇതോടെ ജർമ്മനിയും സ്വീഡനും അവരുടെ വ്യോമസേനാ യുദ്ധവിമാനങ്ങൾ മേഖലയിൽ വിന്യസിച്ചു. രാജ്യാന്തര അതിർത്തിയിലാണ് 2 സ്വീഡിഷ് ഗ്രിപ്പൻ ജെറ്റുകളും 2 ജർമ്മൻ യൂറോഫൈറ്റർ ജെറ്റുകളും വിന്യസിച്ചിരിക്കുന്നത്. നാറ്റോയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അവരുടെ വ്യോമാതിർത്തിയിലും പരിസരത്തും റഷ്യൻ സൈനിക നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടന്നേക്കുമെന്ന ഭീതിയിൽ കഴിയവെയാണ് നിരീക്ഷണ വിമാനത്തെ ബാൾട്ടിക് കടലിന് മുകളിലൂടെ കണ്ടെത്തിയത്. ഇതോടെ മേഖലയിൽ അതീവ ജാഗ്രത പാലിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച 3 റഷ്യൻ യുദ്ധവിമാനങ്ങൾ അനുമതിയില്ലാതെ എസ്റ്റോണിയയുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോളണ്ട്, റൊമാനിയ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ എസ്തോണിയയുടെ വ്യോമാതിർത്തിയിലും റഷ്യയുടെ കടന്നുകയറ്റമുണ്ടായിരുന്നു. റഷ്യൻ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി എസ്തോണിയൻ സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏകദേശം 12 മിനിറ്റോളം റഷ്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ തുടർന്നതായാണ് എസ്തോണിയൻ സർക്കാർ പറയുന്നത്. റഷ്യയുടെ 3 MiG-31 യുദ്ധവിമാനങ്ങളാണ് മുൻകൂർ അനുമതിയില്ലാതെ എസ്തോണിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചത്. റഷ്യയുടെ നടപടി അഭൂതപൂർവമായ ഹീനകൃത്യമാണെന്നായിരുന്നു എസ്തോണിയൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. റഷ്യയുടെ നടപടിയിൽ പ്രതിഷേധമറിയിച്ച് റഷ്യൻ സ്ഥാനപതിക്ക് എസ്തോണിയൻ സർക്കാർ കുറിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തിടെ പോളണ്ട്, റൊമാനിയ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോണുകളുടെ കടന്നുകയറ്റമുണ്ടായിരുന്നു. റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ സംഭവം മുൻപെങ്ങുമില്ലാത്ത വിധം ധിക്കാരപരമാണെന്നും എസ്തോണിയൻ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. റഷ്യയുടെ അതിക്രമങ്ങൾക്കെതിരെ രാഷ്ട്രീയപരവും സാമ്പത്തികവുമായ സമ്മർദ്ദം ശക്തമാക്കണമെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം. നാറ്റോ വിമാനങ്ങൾ പോളണ്ടിൽ റഷ്യൻ ഡ്രോണുകളെ വെടിവെച്ചിട്ടതിന് പിന്നാലെയാണ് ഈ സംഭവം. ഇതോടെ ഉക്രൈൻ യുദ്ധം സഖ്യകക്ഷി പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. എസ്തോണിയ റഷ്യൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ റഷ്യൻ ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യ നിരവധി അതിർത്തി ലംഘനങ്ങൾ നടത്തിയിരുന്നു. പോളണ്ടും മറ്റ് നാറ്റോ അംഗങ്ങളും റഷ്യയുടെ വ്യോമാതിർത്തി ലംഘനം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് ബ്രിട്ടൻ വിദേശകാര്യ ഇന്റലിജൻസ് സേവനമായ M16 മേധാവി റിച്ചാർഡ് മൂർ ഇസ്താംബൂളിൽ പറയുകയും ചെയ്തു. പുടിൻ എല്ലാവരെയും കബളിപ്പിക്കുകയാണെന്നും ജയിക്കാനാവാത്ത വിധം യുദ്ധം തുടരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ യുദ്ധം ഉക്രൈനെ കൂടുതൽ പാശ്ചാത്യ ചേരിയിലേക്ക് അടുപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UK സന്ദർശന വേളയിൽ പുടിൻ സമാധാന ശ്രമങ്ങളിൽ തന്നെ നിരാശപ്പെടുത്തിയെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. കഴിഞ്ഞയാഴ്ച പോളണ്ടിലേക്കുള്ള റഷ്യൻ കടന്നുകയറ്റം ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്താൻ നാറ്റോ യുദ്ധവിമാനങ്ങൾ അയക്കാൻ കാരണമായി. മോസ്കോയുടെ പ്രാദേശിക അഭിലാഷങ്ങളെ ചൊല്ലി കിഴക്കൻ യൂറോപ്പിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുകയാണ്. അലാസ്കയിൽ നടന്ന US റഷ്യ ഉച്ചകോടി യോഗം ഉൾപ്പെടെ മാസങ്ങളായി US ഇത് തടയാൻ ശ്രമിച്ചിട്ടും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ്. ബെലാറസ്, റഷ്യ, ഉക്രൈൻ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ ഭാഗത്ത് പ്രതിരോധ നിലപാട് ശക്തിപ്പെടുത്തുകയാണെന്ന് നാറ്റോ പ്രഖ്യാപിച്ചു. അതേസമയം ബെലാറസുമായി ദീർഘകാലമായി ആസൂത്രണം ചെയ്ത അഭ്യാസങ്ങളിൽ മോസ്കോ അതിന്റെ പരമ്പരാഗതവും ആണവ സൈനിക ശക്തിയെ പ്രദർശിപ്പിച്ചു. ഇത് റഷ്യയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചുള്ള പാശ്ചാത്യ ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിട്ടുമുണ്ട്. പ്രതിരോധത്തിൽ കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഉക്രൈനിയൻ പോളിഷ് സർക്കാർ മന്ത്രിമാരും ഒപ്പുവെക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.